കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ഒരു ഐഫോൺ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇത് ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകുന്നുള്ള പേടിയുണ്ടോ നിങ്ങൾക്ക്? എന്നാൽ ഇനി മുതൽ ആ പേടി വേണ്ട. ഈ ഒരു 3 സെറ്റിംഗ്സ് നിങ്ങൾ ചേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ആരടിച്ചുകൊണ്ട് പോയാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ഈ 3ാമത്തെ സെറ്റിംഗ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു. ഇപ്പൊ തന്നെ സേവ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഒന്നാമത്തെ സെറ്റിംഗ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ നേരെ ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് ഈ ഫേസ് ഐഡി ആൻഡ് പാസ്വേഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. ഇതിനകത്ത് താഴെ സൈഡിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ഇവിടുത്തെ കൺട്രോൾ സെന്റർ എന്നൊരു ഓപ്ഷൻ കാണും. ഈ ഓപ്ഷൻ നിങ്ങൾ ഓഫ് ചെയ്തിടുക. ഇത് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ആരടിച്ചുകൊണ്ട് പോയിട്ട് ഈ ലോക്ക് ആയിരിക്കുന്ന സ്ക്രീനിൽ സ്വൈപ്പ് ചെയ്യാൻ എത്ര ശ്രമിച്ചാലും നിങ്ങളുടെ കൺട്രോൾ സെന്റർ അവിടെ ഓപ്പൺ ആയി വരത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനെ ഫ്ലൈറ്റ് മോഡിലേക്ക് ഇടാൻ വേണ്ടിയിട്ടും സാധിക്കത്തില്ല. സെറ്റിംഗ്സ് നമ്പർ 2, വീണ്ടും നിങ്ങൾ സെറ്റിംഗ്സിലേക്ക് പോവുക. നിങ്ങളുടെ ആപ്പിൾ ഐഡി ഓപ്പൺ ചെയ്യുക. ഇതിനകത്ത് ഈ ഫൈൻഡ് മൈ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ ഫൈൻഡ് മൈ എന്നുള്ളത് ഓപ്പൺ ചെയ്തിരിക്കുക. പിന്നെ ഈ കിടക്കുന്ന 3 ഓപ്ഷൻസ് നിങ്ങൾ ഓണിൽ തന്നെ വെക്കുക. ഈ ഒരു സെറ്റിംഗ്സ് ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയാൽ അവരെവിടെയാണെന്നുള്ള ലൊക്കേഷൻ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും. ഫോൺ സ്വിച്ച് ഓഫ് ആണെങ്കിലും അറിയാൻ സാധിക്കും. അഥവാ നമ്മുടെ ഫോണിന്റെ ബാറ്ററി ഫുൾ ആയിട്ട് തീർന്നു പോയാൽ തന്നെ ലാസ്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. സെറ്റിംഗ്സ് നമ്പർ 3, വീണ്ടും നിങ്ങൾ ഒന്നുകൂടി സെറ്റിംഗ്സിലേക്ക് പോവുക. നിങ്ങളുടെ ഇവിടെ ഫേസ് ഐഡി ആൻഡ് പാസ്വേഡ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോവുക. ഇവിടെ താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്നുള്ളത്. ഇത് ഓൾവേസ് തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്തിടുക. ഇത് നിങ്ങൾ ഓൾവേസിൽ ഇട്ട് വെച്ചുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫോൺ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയിട്ട് എങ്ങനെയെങ്കിലും ആ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ് ഐഡി ചോദിക്കും. നിങ്ങളുടെ ഫേസ് ഐഡി ഇല്ലാതെ അത് ഒരിക്കലും അവർക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. അത് മാത്രമല്ല, അഥവാ അത് ലഭിക്കണമെങ്കിൽ തന്നെ 1 മണിക്കൂർ സമയം വേണ്ടി വരും. ആ സമയത്തിനുള്ളിൽ നമുക്ക് എങ്ങനെയായാലും നമ്മുടെ ഫോണ് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും.